എല്ലാവരും ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് കുറച്ച് തോലിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ മേലെ ഒരു കൊമ്പ് കൊത്താനുണ്ട്. അതൊന്ന് കൊത്തുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ നേരിച്ചിട്ടാണ്. അത് ഒന്ന് കാണിച്ചു തരാമല്ലോ. എങ്ങനെയാണ് കൊത്തുന്നതെന്ന് നിങ്ങളൊന്ന് കാണണ്ടേ. നോക്കണം ഇങ്ങനെ ഇതേപോലെ തോലിൻ്റെ ആവശ്യമുണ്ട്. അന്നേരം പിന്നെ നമുക്ക് ഒരാളെ വിളിച്ചിട്ട് ഇപ്പോൾ എളുപ്പത്തിൽ ആവില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു കര കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ തോല് കൊത്തിയെടുക്കുന്നത്. അതല്ലേ ഇതേപോലെ തോലിൻ്റെ ആവശ്യമുണ്ട്. ചേനൊക്കെ എല്ലാം തോല് വെക്കണം. അതിന് തോല് കുറവാണ്. അതിന് ഇതേപോലെ ഞാൻ തോല് വയ്ക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇത് വേണ്ട ഇതേപോലെ കരക്കുക. നല്ലോണം കരിഞ്ഞിട്ട് വേണം. കത്തിയാളുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുങ്കത്തിൻ്റെ ആരെ കത്തി പോയി അതുകൊണ്ട് ഒരു കത്തി കൊണ്ടാണ്. അതാണ് ഇങ്ങനെ കരിഞ്ഞിട്ടെടുക്കുന്നത്. ഇല്ലേ കൊത്തിയാൽ മതി. ഒരു കൊത്തുമ്പോൾ തന്നെ വീണു. ഇതിപ്പം പറ്റില്ല അല്ല. അതിൻ്റെ ആ പയറിന് കേലുകേടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൊത്താൻ പോകുന്നത്. ഉണ്ടല്ലേ കത്തിയാണ്, ചെറിയ കത്തിയാണ്. ഇതിനെക്കൊണ്ട് വിഷമാണ്. എന്നാലും ഇപ്പം കൂടാണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് മുറിഞ്ഞിട്ടില്ല. മുറിഞ്ഞാലേ മുറിയണം, എന്നാലേ പൊട്ടൂടും. കണ്ട ഇതേപോലെ കരിയിട്ടിട്ട് മുറിക്കണം. മുറിഞ്ഞാൽ നമുക്കിത് പൊട്ടിച്ചെടുത്താൽ കിട്ടും. അവരെ വരെ കാട് ഇതായിപ്പോയി, തോലിയായിപ്പോയി. അതുകൊണ്ടാണ് ഇതിൻ്റെ തോലിൻ്റെ ആവശ്യമുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചേക്കാൻ നേരിട്ടില്ല. ഞാനിപ്പോൾ കാണിച്ചു തരും ചെയ്യാം, നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. ഇതേപോലെ അതിൻ്റെ മേലെ വീണ് പോയല്ല. ഇതാണ് ഇതിൻ്റെ മേലെ അടിയിൽ നട്ടാൽ എല്ലാത്തിൻ്റെ മേലെ വീണ് പോകും. അതാണൊരു ബുദ്ധിമുട്ട്. കണ്ടില്ലേ ഇതേപോലെ എല്ലാം ഞാൻ കൊത്തും. ഇതെല്ലാം ഞാൻ കൊത്തുന്നതാണ്, സ്ഥിരമായിട്ട് കൊത്തുന്നതാണ്. ഇതൊക്കെല്ലാം മാത്രമല്ല, എല്ലാ വെള്ളത്തിലും ഞാനിത് കൊത്തലുണ്ട്. ഇത് ഇപ്പുറത്തേത് ഞാൻ കൊത്തുന്നതാണ്. പക്ഷെ ഇത് മറ്റേത് പോരാ, കത്തിക്ക് പോകാറും പോരാ. അതേപോലെ നമുക്കും എല്ലാ പണിയും നമുക്ക് എടുത്താൽ ആവാത്ത പണിയൊന്നുമില്ല. എല്ലാവരും വിചാരം അവർക്ക് മറ്റുള്ളവർക്ക് മാത്രമേ അറിയില്ലൂ എന്നുള്ള. നമുക്ക് മേലെ കയറാൻ കഴിയില്ലെങ്കിൽ നമ്മൾ താഴേന്ന് കൊത്തിയെടുക്കണം. അതിൻ്റെ പണിയെടുക്കണം. ഇതുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട് ഒന്ന്. അതും കൂടി ഞാൻ കൊത്തിയെടുക്കട്ടെ. കണ്ടില്ലേ ഇതേപോലെ നമുക്കൊരുപാട് തോല് കിട്ടും. ഇനിയിപ്പം ഒരാൾ തോല് കെട്ടെങ്കിൽ പൈസ 500 കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ മിച്ചത്തന്നെ ഉള്ളതുകൊണ്ട് അടി ഒന്നും കൂടി ഉണ്ട് കൊത്താൻ. അതും കൂടി കൊത്തട്ടെ. എന്താണെന്ന് വെച്ചാൽ ചോല പോവും. ഇതിപ്പോൾ അപ്പുറത്തേത് കൊത്താനില്ല, എൻ്റെ കത്തി കാണുന്നില്ല. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മറ്റേതും കൊത്തായിരുന്നു. കൊത്തണം നല്ലോണം. ഈ കത്തിയോട് കൊത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ പണിയെടുക്കുന്നത്. അതുപോലെ ഇങ്ങനെയാണ് നിങ്ങളും ചെയ്തു നോക്ക്. ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും മരം കഴിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ഒരു വിധമുള്ള വലിയ തോട്ടിയുണ്ടെങ്കിൽ നമുക്ക് എത്ര ഉയരത്തിലുള്ളത് കൊത്തിപ്പറിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യൽ കുറേ അധികം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിത് അപ്പുറത്തേതും കൊത്താനുണ്ട്, അത് പിന്നെ കൊത്താം. ഇപ്പോൾ തൽക്കാലം ഇത് കൊത്തി. ഇന്നത്തെ ആവശ്യത്തിനുള്ള തോലായി.
ഇനിയിപ്പോൾ ഞാനത് ആഞ്ഞു കൂട്ടട്ടെ. അത് ആഞ്ഞു കൂട്ടിട്ട് ഇപ്പോൾ ഈ ആഞ്ഞു കൂട്ടുക കണ്ടില്ലേ തോല് കൊത്തിയിട്ടത് കണ്ടല്ലോ. ഇത്രയും തോല് ഞാൻ കൊത്തിയിട്ട് പൊട്ടിച്ചിട്ടില്ലേ ഇനിയിപ്പോൾ അത് ആഞ്ഞു കൂട്ടട്ടെ. എന്നാൽ എൻ്റെ ഇന്നത്തെ പച്ചക്കറീൻ്റെ ആവശ്യത്തിന് ഇടാൻ മാത്രം ആവും. അത് കൂട്ടട്ടെ. തോലുകൂടി ആഞ്ഞു കൂട്ടിയാൽ നമ്മൾ ആവശ്യത്തിന് മാത്രം കിട്ടും തോല്. കണ്ടല്ലോ ഇതേപോലെ നിങ്ങളും എല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ പണിയും മടി കൂടാണ്ട് എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് തന്നെ എല്ലാ കാര്യവും ഉണ്ടാക്കാം. ഇപ്പോൾ ആണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഞാൻ എല്ലാ കാര്യവും ഞാൻ ഒറ്റക്ക് ചെയ്യലുണ്ട്. കുരുമുളക് വരെ കൊക്ക കെട്ടിയിട്ട് പരിക്കലുണ്ട്. ഇപ്പം കാലിന് പൊതുവില്ലാതെ കൊണ്ടാണ് എനിക്കൊന്നും പറ്റാത്തത്. കയറാൻ പറ്റുന്നിടത്ത് ഞാൻ കയറും. മിറ്റാണി വെച്ചിട്ട് കയറുന്നിടത്തോളം ഞാൻ കയറും. പക്ഷെ മിറ്റാണിക്ക് ഏണിയുമ്പോൾ കയറാൻ കഴിയില്ല, അത്രയ്ക്ക് പൊതം പോരെ. ഇപ്പം മിറ്റാണിയുമ്പോഴും കയറാൻ പറ്റില്ല, കാലിന് പൊതവില്ലാതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കൊക്ക കെട്ടിയിട്ട് പരിക്കലാണ്. കൊക്ക കെട്ടിയിട്ടാണ് ഇപ്പം ഞാൻ പരിക്കൽ. പിന്നെ മുളക് പരിക്കൽ, അത് ചെറിയ ചെറിയ വള്ളിയെല്ലാം മുഴുവൻ ഞാൻ പറിക്കും. തായലുള്ളതും എല്ലാം ഞാൻ പറിക്കും. ഉണ്ടല്ലേ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്യുക. എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക. അതാണ് ഞാൻ ചെയ്യുന്ന പണി. അതുപോലെ നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്ത് ശീലമായാൽ പിന്നെ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരാളെ ആശ്രയിക്കേണ്ടി വരില്ല. ആണുങ്ങൾക്കേ കയറിക്കൂടൂ എന്നുള്ള ഒരു കൊമ്പ് കൊത്തിയാലാവില്ല എന്നുള്ള ഒരു പരിപാടി നമ്മളായിട്ട് തിരുത്തി കൊടുക്കണം, പെണ്ണുങ്ങളായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം അവനവന് ചെയ്യാൻ പറ്റുന്ന പണിയാണ്. ഞാൻ എല്ലാ കൊമ്പും കൊത്തും. ഇതിനെക്കൊണ്ട് കത്തിയാൾ, പക്ഷേ എൻ്റെ കത്തി പോയി കാണുന്നില്ല, എവിടെയോ ആയിപ്പോയി. ആരോ എടുത്തുകൊണ്ട് പോയത് എന്താണെന്നറിയില്ല, എവിടെയോ കൊണ്ടിട്ടെന്ന് ഓർമ്മയില്ല, കാട്ടിൻ്റെ ഉള്ളിലായിപ്പോയി. അതാണ് എനിക്ക് പറ്റിയ പ്രശ്നം. ഇന്നത്തെ ആവശ്യത്തിനുള്ള തോലായി. കുറച്ച് കഴിഞ്ഞല്ലോ വെക്കാൻ. അത് മാത്രമല്ല, എൻ്റെ ഈ പയർ ആ ചോല ഉണ്ടായതുകൊണ്ട് ഉണ്ടാകുന്ന പൂവെല്ലാം അടിഞ്ഞു പോകും. അതുകൊണ്ട് അതിനാണ് കാര്യമായിട്ട് ഞാൻ കൊത്തിയത്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ചപ്പു തേച്ചും പുഴുന്നിട്ട് അടിയും. അതുകൊണ്ട് അതിലിടയ്ക്ക് ഇത് കൊത്തിയെടുത്താൽ നമുക്ക് നല്ല തോലായത്, മനസ്സിലായില്ലേ? നല്ല തോല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളെ കാണിച്ചു തരலாம். കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെല്ലാം നിങ്ങളെ കാണിക്കാം. നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്ക്, ഒരു തകരാറും വരില്ല. ഇതുപോലെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്കും നല്ല എല്ലാറ്റിനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, ചെയ്യാനും തോന്നും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. കണ്ടല്ലോ ഇതേപോലെ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ആദ്യമല്ല എനിക്ക് മടിയാണ്, പിന്നെ എനിക്ക് എല്ലാറ്റിനും ഒരു ഉത്സാഹം വന്നു തുടങ്ങി. എല്ലാം എന്ത് ചെയ്താൽ എന്താന്നുള്ള ഓരോരോ പരീക്ഷണമാണ് ഞാൻ ചെയ്യൽ. പരീക്ഷിച്ച് നോക്കുമ്പോൾ അതെല്ലാം വിചാരിച്ചു ഇത്ര പോലെ തോലും കിട്ടിയില്ലേ. നമ്മൾ പച്ചക്കറിക്ക് കൊടുക്കേണ്ട തോലായില്ലേ. ഇനിയിപ്പം ആ ഒന്ന് കൊത്തിയ ഒരുപാട് തോലുണ്ടാവും. അത് കൊത്തണിക്കൽ ഇതേപോലത്തെ കത്തിയാൾ, ആ തോട്ടിക്കത്ര ശക്തി പോരാ. കത്തിയാളിന് ശക്തി വേണ്ട. ഇത് കെട്ടുമ്പോൾ കനമുള്ള വെയിറ്റുള്ളതാണ്, അത് കെട്ടാൻ പറ്റണം. എന്നാൽ 2 കൊത്തുമ്പോൾ നമുക്കത് മുറിഞ്ഞു പോകും. ഇങ്ങനെ ദൂരെ നിന്ന് നീട്ടി കൊത്തിയാൽ മതി. ഇനി ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കണ്ടില്ലേ ഇതാ ഇത്ര പോരാ തോലും കിട്ടി. കണ്ടില്ലേ? എനിക്ക് കുറച്ച് പച്ചക്കറിക്ക് വെക്കാനായില്ലേ. അതാണ് നമ്മൾ ചെയ്താൽ നമുക്കിതിപ്പോൾ വേഗമായില്ലേ. ഇത്രയും നാളെ വരെ നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ വഴി. ഓക്കെ, ഗുഡ് ബൈ.